കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടി JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശമെന്ന വാട്സാപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാൻ കൃപാലുവായ ദൈവം എന്നെ അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ സ്തോത്രം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലോകസംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നതാണ്. ആ കർത്താവിൻ്റെ വരവിൽ ആരും തള്ളപ്പെട്ടു പോകാതെ നിലനിൽക്കുവാൻ, സത്യവചനത്തെ യഥാർത്ഥമായി അറിഞ്ഞ് നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തെ കുറിച്ച് നാം ആധികാരികമായി അല്പമായി ചിന്തിച്ചു. ഒന്ന്, നിഴൽ, രൂപം അല്ലെങ്കിൽ സ്വരൂപം, സാക്ഷാൽ സ്വരൂപം എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് നിഴൽ വ്യക്തമാകാത്ത വിധത്തിൽ സ്തോത്രം ദൈവവചനത്തിൽ ക്രിസ്തുവിനെയും ഉപദേശത്തെയും കുറിച്ച് നിഴലായി വച്ചിരിക്കുന്ന കാര്യം നാം അല്പം ചിന്തിച്ചു. രണ്ടാമതായി, രൂപം അല്പവും കൂടെ വ്യക്തമായി ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വരച്ചു കാട്ടിയിരിക്കുന്നത് നാം ചിന്തിച്ചു. അതെല്ലാം പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ അവ്യക്തമായിരിക്കുന്നതൊന്നായിരുന്നു. വ്യക്തമായ തിരുവെഴുത്തിലൂടെ പറഞ്ഞുവെങ്കിലും പലതും അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂശിക്കുവാൻ ഇടയായത്. ഉൽപ്പത്തി മുതൽ നാം വായിക്കുമ്പോൾ ആദാം നിഴലായി നിൽക്കുന്നു, ഹാബേൽ നിഴലായി നിൽക്കുന്നു, അങ്ങനെ തുടങ്ങി പെട്ടകം ഒരു നിഴലായി നിൽക്കുന്നു. സ്തോത്രം. ഇങ്ങനെ ഇത്യാദി വിഷയങ്ങളെ നമുക്ക് അവ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം പിന്നീടായി മറഞ്ഞിരിക്കുന്ന ഈ മർമ്മങ്ങളെ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. സ്തോത്രം. അന്ന് പ്രവാചകന്മാർ പലതും പ്രവചിച്ചത് എന്ത് എന്നറിയാതെ അവരെല്ലാവരും കൂടി ഈ വിഷയത്തെ ആധാരമായി ചിന്തിച്ചു. പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 1 പത്രോസ് 1:10-11 വരുവാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് അവരാരാഞ്ഞന്വേഷിച്ചു, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇതവർക്ക് വെളിപ്പെടുത്തി. അപ്പോൾ പിന്നീടായി യേശുക്രിസ്തുവിനെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വിവിധ പുസ്തകങ്ങളിൽ അവൻ്റെ ജനനം, സ്തോത്രം, അവൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, വരവ്, ഇങ്ങനെയുള്ള വിഷയത്തെ ആധാരമാക്കി തിരുവചനത്തിലൂടെ വരച്ചു കാട്ടി. എന്നാൽ ആ തിരുവചന സത്യത്തിനനുസൃതമായി യേശുക്രിസ്തുവിൻ്റെ ജനനത്തെങ്കൽ ഒരു നക്ഷത്രം ഉദിക്കുകയും യഹൂദന്മാരുടെ രാജാവായി പിറന്നതായ കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ ശാസ്ത്രിമാരവിടെ വരികയും ചെയ്യുന്നതായി കാണാൻ കഴിയും. എന്നാൽ കർത്താവ് വരികയും
സ്വന്തത്തിലേക്ക് അവൻ വന്നു, എന്നാൽ സ്വന്തമായവർക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തേജസ്സിൻ്റെ കർത്താവിനെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ക്രൂശിക്കയില്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരം, നിഴലും രൂപവും പൂർണ്ണമായ വ്യക്തത നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും അപ്പോസ്തലന്മാർക്ക് പല കാര്യങ്ങളും യഹൂദന്മാർക്കും കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്തോത്രം, അത് ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ യോവേൽ പ്രവാചകൻ പറഞ്ഞ തിരുവെഴുത്തിൻ പ്രകാരം യഹോവയുടെ ആത്മാവ് അവരുടെ മേൽ വന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, സ്തോത്രം, ഈ സാക്ഷാൽ സ്വരൂപം എന്ത് എന്ന് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സാക്ഷാൽ സ്വരൂപം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ കാര്യം, സ്തോത്രം, പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സങ്കീർത്തന പുസ്തകങ്ങളിലും മോശ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് തന്നെക്കുറിച്ചായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഒരു വീണ്ടെടുപ്പുകാരൻ വരും, അവനൊരു മനുഷ്യനായി, പുത്രനായി ഒക്കെയും അവനെക്കുറിച്ച് പറയുകയുണ്ടായി. സ്തോത്രം. അവൻ അബ്രഹാമിൻ്റെ പുത്രനാണ്, ദാവീദിൻ്റെ പുത്രനാണ്, മനുഷ്യപുത്രനാണ്, ദൈവപുത്രനാണ്, അവൻ്റെ പുത്രൻ എന്നൊക്കെയും ഇങ്ങനെ പറയുകയുണ്ടായി. എന്നാൽ യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്ന യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് യഹൂദന്മാരും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കർത്താവ് അവരോട് പലപ്പോഴും സംസാരിച്ചു എന്നുള്ളതാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 27 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ ഇങ്ങനെ പറയുകയാണ്: ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. അപ്പോൾ ഞാൻ തന്നെയാണവൻ. സ്തോത്രം. പിതാവ് സംസാരിക്കുന്നത് പോലെ, ഉപദേശിച്ചതുപോലെ സംസാരിക്കുന്നു എന്ന്, സ്തോത്രം, നിങ്ങൾ പിന്നീടായി അറിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ, സ്തോത്രം, മരിച്ചടക്ക് ശേഷം, ഉയർപ്പിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഇത് കൃത്യമായി നിങ്ങൾക്ക് വെളിപ്പെടുമെന്നാണ്. സ്തോത്രം. അതുകൊണ്ട് അതുവരെയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അവർക്ക് അവ്യക്തമായിരുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്ന കർത്താവായ യേശുക്രിസ്തു ദൈവമാണെന്ന് ഇന്നും അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. ഒരു കൂട്ടർ ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സത്യത്തെക്കുറിച്ചാണ് കർത്താവായ ദൈവം വെളിപ്പെടുത്തിയത്. സ്തോത്രം. ആ വെളിപ്പാട്, സ്തോത്രം, അവർക്ക് അവ്യക്തമായി നിലകൊള്ളുകയാണ്. സ്തോത്രം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ൽ അവൻ ദൈവരൂപത്തിലിരിക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമാണ് എന്ന്, സ്തോത്രം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26-27 നമുക്ക് കാണുവാൻ കഴിയും. അപ്പോഴത് ഇപ്പോൾ വെളിപ്പെട്ടു വന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ
അവർക്ക് ഈ സത്യത്തെ സ്തോത്രം മനസ്സിലാക്കുവാൻ ദൈവം അവരെ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. യേശു പറഞ്ഞു 10-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞു. അത് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സ്തോത്രം. പിന്നെയും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, അവിടെയും നമുക്ക് ചില സംശയങ്ങൾ ഫിലിപ്പോസിനുണ്ടായി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. യേശു അവരോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. യേശു പറഞ്ഞത് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാതെ പിതാവിനെക്കുറിച്ചോ, പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാതെ പുത്രനെക്കുറിച്ചോ ആർക്കും അറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുമ്പോൾ യേശു പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവനെ അറിയുന്നു, മാത്രമല്ല അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവരോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവെന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി സ്തോത്രം ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. സ്തോത്രം. അപ്പോൾ സാക്ഷാൽ സ്വരൂപം എന്നുള്ളത് സ്തോത്രം മുൻകാലങ്ങളിൽ തന്നെ ദൈവപദ്ധതി പ്രകാരം സ്തോത്രം ദൈവത്തിൻ്റെ മുൻ പദ്ധതിയുടെ പ്രകാരം പാപിയായിരുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ പഴയ നിയമയാഗങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ സ്തോത്രം ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി സ്തോത്രം ഈ ഭൂമിയിലേക്ക് വന്നു. ആ ദൈവമായി വന്നതായ മനുഷ്യ ശരീരത്തിൽ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. അപ്പോൾ നീതിയിലും വിശുദ്ധിയും ആരും നീതിമാനില്ലാതിരിക്കുമ്പോൾ സ്തോത്രം നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ സ്തോത്രം ഹല്ലേലൂയ, അത് ക്രിസ്തുവാകുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. സ്തോത്രം. യെശയ്യാപ്രവചനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്നു പേർ വിളിക്കപ്പെടും. സ്തോത്രം. അപ്പോൾ പ്രവചനവാക്യങ്ങളെ നമ്മൾ കോർത്തുകൊണ്ട് സ്തോത്രം അവ്യക്തമായി പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മരിച്ച് അടക്ക ഉയർപ്പ് വരെയുള്ള കാലഘട്ടങ്ങളോടനുബന്ധിച്ച് അവൻ്റെ പുത്രത്വത്തിൽ സ്തോത്രം നമുക്ക്
യേശുവിനെ കാണാം. ആ പുത്രത്വത്തിലുള്ളതായ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ സ്തോത്രം ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ അറിവാണ് പലർക്കും ഇല്ലാത്തത്. സ്തോത്രം. ഈ അറിവാണ് നാം പ്രാപിക്കേണ്ടത്. അതുകൊണ്ട് അവൻ അത്ഭുതമന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, അവൻ സമാധാന പ്രഭുവാണ്. സ്തോത്രം. ഞാൻ പിതാവിലും പിതാവ് എന്നിലാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. സ്തോത്രം. യെശയ്യാപ്രവചനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 1ഉം 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. യേശുക്രിസ്തുവിൽ ഇരുന്നത് സ്തോത്രം യഹോവയുടെ ആത്മാവാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ യിശ്ശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അപ്പം വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്. സ്തോത്രം. അവൻ സാക്ഷാൽ സത്യദൈവമാണ്. 1 യോഹന്നാൻ അതിൻ്റെ 5:20 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ അത് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പോസ്തലൻ അതിനെ സ്തോത്രം വിശകലനം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഈ സത്യം, സാക്ഷാൽ സ്വരൂപം എന്നുള്ളത് ക്രിസ്തുവാണ്. അത് ആ ക്രിസ്തു സ്തോത്രം യഥാർത്ഥ സത്യദൈവമാണെന്നുള്ള അറിവാണ് ഹല്ലേലൂയ സാക്ഷാൽ സ്വരൂപം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സാക്ഷാൽ സ്വരൂപം എന്ന് പറയപ്പെടുന്നത് ഏക സത്യദൈവം. ഈ അറിവ് പലർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഈ അറിവിലേക്ക് നാം എത്തപ്പെടണമെന്നുള്ളതാണ്. സ്തോത്രം. അത് നമ്മുടെ ആത്മീക ജീവിതത്തെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നും എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. സ്തോത്രം. അവൻ സത്യദൈവവും അവൻ നിത്യജീവനും ആകുന്നു. സ്തോത്രം. ഞാനും പിതാവും ഒന്നാകുന്നു. സ്തോത്രം. ദൈവപുത്രനെന്നും മനുഷ്യപുത്രനെന്നും ദാവീദിൻ്റെ പുത്രൻ, അബ്രഹാമിൻ്റെ പുത്രൻ, അവൻ്റെ പുത്രൻ എന്നൊക്കെയും പറഞ്ഞതായ കർത്താവായ യേശു ക്രിസ്തു സത്യത്തിൽ സ്തോത്രം സത്യദൈവമാണ്. സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ഏക സത്യദൈവം സ്തോത്രം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. നമ്മൾ ഈ അറിവിലേക്ക് നമുക്ക് കടന്നു വരണം. പലരും ഹല്ലേലൂയ സ്തോത്രം ദൈവവചനത്തിലില്ലാത്തതായ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ്തോത്രം. ദൈവം ത്രിയേകനാകുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പദം ബൈബിളിൽ ഇല്ല. എന്നാൽ ദൈവം പറയുന്നത് ഏകസത്യ ദൈവം എന്നാണ്. ദൈവം ഏകൻ തന്നെ എന്നാണ്. മർക്കോസ് സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, സ്തോത്രം ഹല്ലേലൂയ, ഏകസത്യം
ദൈവം എന്നാണ് പറയപ്പെടുന്നത്. സ്തോത്രം. ദൈവം ഏകൻ തന്നെ എന്നാണ് പറയുന്നത്. സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 നമ്മൾ വായിക്കുമ്പോൾ, ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഭൂതങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഭൂതങ്ങൾ പോലും ഏകസത്യ ദൈവമെന്ന് വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഏകസത്യ ദൈവമെന്ന വചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട ശേഷം, ദൈവവചനത്തിൽ ഇല്ലാത്ത ദൈവവചനത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ത്രിയേകമെന്ന് പഠിപ്പിക്കുന്നത് എത്രയോ തെറ്റാണ്. ജാതീയ ആരാധനകളിൽ നിന്ന് ഉടലെടുത്ത ആ വിശ്വാസം ദൈവികമല്ല. സ്തോത്രം. യഹൂദനും അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ അവർക്ക് ദൈവമായി കാണുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പ്രിയരെ, എന്നാൽ ഒന്നാമത്തെ നിയമം നീക്കി രണ്ടാമത്തത് സ്ഥാപിക്കപ്പെടുമ്പോൾ സകല ജാതികളിൽ നിന്ന്, സ്തോത്രം, ഈ രക്ഷയ്ക്ക് ആധാരമായി അനേകരെ വിളിച്ച് വേർതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഈ എല്ലാ ജാതികളിൽ നിന്നും ഈ സത്യത്തെ അറിയുന്ന ഒരു കൂട്ടം ഉടലെടുക്കുന്നതായി അപ്പോസ്തലപ്രവൃത്തി നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അപ്പോൾ ഏകസത്യ ദൈവമായ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഈ അറിവാണ്, സ്തോത്രം, സാക്ഷാൽ സ്വരൂപമെന്ന് പറയപ്പെടുന്നത്. സ്തോത്രം. യേശു ക്രിസ്തുവാണ്, സ്തോത്രം, മനുഷ്യപുത്രനായി വന്ന് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി അവൻ്റെ നാമം മൂലം സകലർക്കും പാപമോചനം ലഭിക്കും എന്നുള്ള ആ സത്യം നാം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥമായ ദൈവഭക്തന്മാരായി നാം തീരുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിഴൽ അവ്യക്തമായിരുന്നു. സ്തോത്രം. എന്നാൽ രൂപം കുറച്ചും കൂടെ വ്യക്തമായി. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കൺമുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ. സ്തോത്രം. തിരുവചനത്തിലൂടെ യേശു ക്രിസ്തുവിനെ വരച്ച് കാട്ടിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആത്മാവ് വന്നപ്പോൾ ഈ സത്യം അവർക്ക് വെളിപ്പെട്ടു. അവൻ, ഹല്ലേലൂയ, സത്യദൈവവും നിത്യജീവനുമാകുന്നു. ദൈവപുത്രൻ വന്നുവെന്നും, സ്തോത്രം, നാം ഇപ്പോൾ 1 യോഹന്നാൻ 5:20 വായിക്കുകയുണ്ടായി. അവൻ തന്നെയാണ് സത്യദൈവവും നിത്യജീവനും. ഈ അറിവാണ് നാം ഈ കാലങ്ങളിൽ പ്രാപിക്കേണ്ടത്. സമസ്വഭാവമുള്ള ആരാധനകൾ നമുക്കുണ്ടെന്ന് വരികിലും, സ്തോത്രം, 10 കന്യകമാരിൽ 5 കന്യകമാരെ പോലെ നാം, സ്തോത്രം, വിശ്വസിച്ച് നഷ്ടമാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് സത്യത്തിൻ്റെ പരിജ്ഞാനം, ആദ്യ വചനം വിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. പരിജ്ഞാനത്തിൻ്റെ പൂർത്തി അവനിലല്ലോ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും ഗുപ്തമായിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക. യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയുക. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള അറിവ്. അവൻ, ഹല്ലേലൂയ, സ്തോത്രം, തിരുവെഴുത്തുകളിൽ പ്രകാരം നിഴലായി അവനെ രേഖപ്പെടുത്തി. അത്, സ്തോത്രം, പിന്നീടായി ഈ സത്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവർക്ക് വെളിപ്പെടുത്തി. ഇത് എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനിലും പ്രവാചകപുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ന്യായപ്രമാണം വരുവാനുള്ളവരുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപം അല്ലായികയാൽ, സ്തോത്രം, അത് പൂർത്തി ഭവിക്കുന്നത് ക്രിസ്തുവിലാകുന്നു. ആ ക്രിസ്തുവാണ് ഏക സത്യ ദൈവം. അതാണ് സാക്ഷാൽ സ്വരൂപം. സ്തോത്രം. ഈ സാക്ഷാൽ സ്വരൂപം മനസ്സിലാക്കപ്പെടുമ്പോഴാണ്
പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യഹോവയുടെ സ്തോത്രം യോവേൽ പ്രവാചകൻ പറഞ്ഞത്, അന്ത്യകാലത്ത് സകലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. കർത്താവ് പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ സ്തോത്രം കാര്യസ്ഥന് വരികയില്ല. പിന്നെ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. തിരുവചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം പ്രവചിക്കപ്പെട്ടതായിരിക്കുന്ന സ്തോത്രം നിഴലായും സ്തോത്രം രൂപമായും സ്തോത്രം കണ്ടതായ കർത്താവായ യേശു ക്രിസ്തുവാണ് സാക്ഷാൽ സ്വരൂപം. സ്തോത്രം അവനാണ് യഥാർത്ഥ ദൈവം. സ്തോത്രം അവൻ തന്നെയാണ് യഹോവ. സ്തോത്രം അവൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം ഈ സത്യം നമുക്ക് വെളിപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ അപ്പോസ്തലന്മാർ പറഞ്ഞതിൻ്റെ സത്യം നമുക്ക് മനസ്സിലാകും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോൾ യഹോവയുടെ ആത്മാവാണ് യേശുക്രിസ്തുവിൽ ഇരിക്കുന്നതെന്ന് സ്തോത്രം യെശയ്യാപ്രവാചകനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്യുകൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. സ്തോത്രം ദൈവം മുന്നമേ ഒരുക്കിയതായ സ്തോത്രം മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് സ്തോത്രം ആ വേഷത്തിൽ മനുഷ്യനായി സ്തോത്ര പഴയ നിയമയാഗങ്ങൾ നീക്കി ഒറ്റയാഗത്താൽ ക്രിസ്തുവിൻ്റെ ആ മരിച്ച് അടക്ക പുനരുത്ഥാനം ആ യാഗത്തിലൂടെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം മനുഷ്യർക്ക് നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി. സ്തോത്രം അതുകൊണ്ട് പ്രിയരെ, യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി തിരിച്ചറിയുക. യേശു ക്രിസ്തു തന്നെയാണ് സത്യദൈവം. അവൻ തന്നെയാണ് നിത്യജീവൻ. അവനാണ് യഥാർത്ഥ ദൈവം. അവൻ തന്നെയാണ് ആദ്യനും അന്ത്യനും. സ്തോത്രം അവൻ തന്നെയാണ് സ്തോത്രം അനന്യൻ. അവൻ തന്നെയാണ് സ്തോത്രം കർത്താതി കർത്താവും രാജാതി രാജാവും താൻ മാത്രം അമർത്തിയത് ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യർ കാണാത്തവനും കാണാൻ കഴിയാത്തവനും. സ്തോത്രം ദൈവം ഒരുക്കിയിരിക്കുന്ന മുൻ നിയോഗിക്കപ്പെട്ട ദൈവിക പദ്ധതിയുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ രൂപമാണ്, സാക്ഷാൽ രൂപമാണ് നാം കാണുന്നത്. അതുകൊണ്ട് ആ സാക്ഷാൽ സ്വരൂപം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. കർത്താവ് ആയ യേശു ക്രിസ്തു അവൻ തന്നെ സത്യദൈവവും നിത്യജീവനും. അവൻ ഹല്ലേലൂയ സ്തോത്രം വേർപാടിൻ്റെ നടുച്ചുവരിൽ ഇടിച്ചു കളഞ്ഞു, ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്തു. സ്തോത്രം ഹല്ലേലൂയ. ആ ദൈവത്തെ നാം തിരിച്ചറിഞ്ഞ് സാക്ഷാൽ സ്വരൂപമെന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ കൃപാലുവായ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം നമ്മൾ നിഴൽ എന്തായിരുന്നു, സ്തോത്രം രൂപമെന്തായിരുന്നു, ഇതെല്ലാം സ്തോത്രം പഴയ നിയമ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരുന്നു. അത് പൂർണ്ണതയോടുകൂടെ സ്തോത്രം ഞാൻ തന്നെയാണ് ആ ദൈവമെന്ന് സ്തോത്രം നമ്മളെ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് സാക്ഷാൽ സ്വരൂപം. അതുകൊണ്ട് സ്തോത്രം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൽ നിന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവനാണ് എൻ്റെ പിന്നാലെ വരുന്നവനാണ് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ. സ്തോത്രം ഈ സത്യത്തെ തിരിച്ചറിയുവാൻ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരുത്തന് ജ്ഞാനം കുറവെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കും. സ്തോത്രം ദൈവം നമ്മളെ ജ്ഞാനങ്ങളാൽ നിറയ്ക്കും.
ദൈവപരിജ്ഞാനത്തിലേക്ക് നയിക്കുവാനിടയാക്കും. ഈ സത്യം മനസ്സിലാക്കി അവൻ്റെ നാമം മൂലം നമുക്ക് പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും പറഞ്ഞതായ ഈ സത്യത്തിന് വേണ്ടി അപ്പോസ്തലന്മാർ ഈ നാമത്തിന് വേണ്ടി നിലനിന്നു. സ്തോത്രം. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നത് പൂർണ്ണതയിലേക്ക് സാക്ഷാൽ സ്വരൂപത്തിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകട്ടെ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്തോത്രം.